കർത്താവിൻ്റെ ചൈതന്യം പറന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എഴുതേണ്ട പേപ്പറുകൾ, ഇന്ന് ഒപ്പിട്ട് കൊടുക്കേണ്ട രേഖകൾ കർത്താവ് ആശീർവദിക്കട്ടെ, അതിന് ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഇന്ന് എവിടെയെങ്കിലും ഒപ്പിടുമ്പോൾ എൻ്റെ അച്ഛൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന നീ ഓർക്കണം. എന്താ കാര്യം? അത് നീ ഓർത്ത ആ സമയത്ത് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു എന്ന് നിനക്ക് മനസ്സിലാക്കാം. കർത്താവ് വിവാഹവുമായി ബന്ധപ്പെട്ട പോക്കുവരവുകൾ, യാത്രകൾ, സ്ഥലവുമായി ബന്ധപ്പെട്ട പോക്കുവരവുകൾ, യാത്രകൾ എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഈശോയെ. വർഷങ്ങളായിട്ട് ജീവിത പങ്കാളി ആഗ്രഹിച്ചതിനും കിട്ടാത്തവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇപ്പോഴും ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു. സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അടിച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവ് പട്ടിണിയായാലും ഉറപ്പുള്ള വീട് കിട്ടിയാൽ മതി എന്ന് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ അച്ഛനെ ഈ നിമിഷം ആശീർവദിക്കുന്നു. ഭവനം ലഭിക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആശ്രയങ്ങൾ, നിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സമാധാനത്തിൽ പൊറുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ.